ഹലോ ഗൈസ്, അപ്പോൾ ദേ ഇന്ന് കുറച്ച് തിരണ്ട് കിട്ടി കേട്ടോ. അപ്പോൾ ദേ തിരണ്ട് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഒന്ന് ഉപ്പ് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം അതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വെച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് എടുത്തു. അപ്പോൾ ദേ അടുപ്പ് കത്തിച്ചു. ഇനി അതിനകത്തേക്ക് ചീനച്ചട്ടി വെച്ചു. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചീനച്ചട്ടി വെച്ചാലാട്ട് ഇങ്ങനെയുള്ള മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ ഒരു സവാളയും അതുപോലെ ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടി കിട്ടണം. നല്ലപോലെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ മീൻ അതിലേക്ക് ചേർക്കുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് മീൻ ഫ്രൈ ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ പെരക്കി വെച്ച മീൻ അതിലിട്ട് കൊടുത്തു. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കുറച്ച് സമയം ഒന്ന് പൊത്തി വയ്ക്കണം. എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് പൊത്തി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ വറ്റിപ്പോയാൽ കുറച്ചും കൂടി ചേർക്കാട്ടോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവണം, എന്നാലേ രസമുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യും.